സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. അടുത്ത കഥ പറയാൻ വരികയാണ്. എനിക്ക് ചിരിക്കാനോ കറിയണോ എന്ന് എനിക്ക് അറിയില്ല. ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നില്ല, ആ ഗ്ലാസ് പൊട്ടി. എനിക്ക് വയ്യ സംഭവേ. ഇങ്ങനെ ഈ സാധനമൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. അത് വണ്ടി പണിയെടുക്കുമ്പോൾ ഞാൻ അൾട്രേഷൻ ചെയ്തിട്ട് സെറ്റാക്കിയതാണ്. ഇന്നലെ വണ്ടി ആയിട്ട് ട്രിപ്പ് പോയി, ഒരാളെ ഇറക്കാൻ പോയതാ. അങ്ങനെ ഒരു വണ്ടി റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് ഇങ്ങനെ വന്നേക്കുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് വന്നായിരുന്നു. ആ ഇലക്ട്രിക് പോസ്റ്റ് ഈ ഗ്ലാസ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു അൾട്രേഷൻ ചെയ്തതാണ്. ആ പോസ്റ്റ് ഇതിലാമത്തിൽ അങ്ങനെ മീറ്റർ കഴിഞ്ഞു. വേറൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് തീർത്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ സാധനം കിട്ടാല്ലേ അവരോട് സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. സാധനം കണ്ടോ, ഈ ഒരു ഗ്ലാസ് ആണ് പൊട്ടിയത്. ഇത് പിടിപ്പിക്കണം. നമ്മുടെ ശ്രുതി ഇത് തന്നോണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്ന സാധനം മക്കളെ, ഇതിന്റെ ഈ ഫ്രെയിമിന്റെ ഉള്ളിൽ ഈ ഗ്ലാസ് പൊട്ടിയിട്ട് വേണം ഇത് പിടിപ്പിക്കാൻ. അങ്ങനെ മീറ്ററിന്റെ ആ ഒരു കഥനകഥ കഴിഞ്ഞതിന് ശേഷം അടുത്ത പട്ടാമ്പിക്കാറ്റിന്റെ കഥനകഥയാണ് ഗ്ലാസ് പൊട്ടിയ വണ്ടി. സാധനം കിട്ടാനില്ല. അതായത് നമ്മളെ 12 സീറ്റ് ട്രാവലറിന്റെ ഏറ്റവും ബാക്കിൽ ക്വാർട്ടർ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ക്വാർട്ടർ ഗ്ലാസ് ആണ് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് അടിഭാഗം ഇങ്ങനെ കൊണ്ടു നിൽക്കുന്ന രീതിയിൽ നമ്മൾ ആ ക്വാർട്ടർ ഗ്ലാസ് ചേഞ്ച് വെക്കില്ല, അങ്ങനെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊന്തിച്ച് നിർത്തിയ ഭാഗം പോസ്റ്റിൽ ഒന്ന് തട്ടിക്കാണ്ട് പൊട്ടിയതാണ്. ഈ ഗ്ലാസ് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാനത് പെട്ടു. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഫ്രെയിം ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അളവിൽ പണിയെടുപ്പിച്ചു കൊടുത്തതാണ്. ഇതിൽ വേറെ ഗ്ലാസ് ഉണ്ടോ? അവർക്ക് ഉത്തരവാദിത്തം എന്റെ ചങ്കോള് എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനത്തെ കൂട്ടുകാരന്മാരാണ് നമുക്ക് വേണ്ടത്. കഥനകഥ എന്തായാലും ഇങ്ങനത്തെ കുറെ എണ്ണം കൂടുതൽ ആരെ കൊണ്ട് തട്ടിയും മുട്ടിയും നമ്മളിവിടെ പോകുന്നുണ്ട്. അത് നേരാക്കി തരാൻ വേണ്ടി അഴിച്ചോണ്ടിരിക്കുക. കിഷോറുണ്ട്, സുധി ഉണ്ട്, സുഭാഷേട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. സാധനമായി ആൾട്രേഷൻ ചെയ്യണ സമയത്ത് നമുക്ക് ഇത്രയ്ക്കൊരു പ്രശ്നം വരുന്ന വിചാരിച്ചില്ല. സംഭവം എന്താ വെച്ചാൽ സാധനം കിട്ടാനില്ല, അവൈലബിൾ അല്ല. ഇതിൻ്റെ ഗ്ലാസുകളും കാര്യങ്ങളൊന്നും കിട്ടാനില്ല. ഇനിയിപ്പോ പഴയ ഗ്ലാസിന്റെ ആ പഴയ പൊട്ടിയതൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നിന്നേ ഈ ചാലിൻ്റെ ഉള്ളിൽ നിന്നുണ്ടോ പുറത്തു കൂടെ എടുക്കണ്ട. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിത് റെഡിയാക്കിയിട്ടാണ് കൊണ്ടുവരണം. ഇതിൻ്റെ ഉള്ളിൽ നിന്നേ ഈ പൊട്ടിയിരിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതിന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം, ഈ ചാലിൻ്റെ ഉള്ളിൽ നിന്ന്. അതാണ് ഇപ്പോൾ ഞങ്ങൾക്കൊരു ടാസ്ക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കുത്തി ഇളക്കി സത്യം പറയച്ചാൽ